നമസ്കാരം. അന്നും ഇന്നും ഒരു കമ്മ്യൂണിസ്റ്റുകാരനാണ് സഖാവ് ജി ശക്തിധരൻ. മുമ്പ് അദ്ദേഹം പാർട്ടി പത്രമായ ദേശാഭിമാനിയുടെ അസോസിയേറ്റ് എഡിറ്ററായിരുന്നു. ഇപ്പോൾ ജനശക്തി എന്നൊരു മാസിക സ്വന്തമായി നടത്തുന്നു. പക്ഷേ അതുപോലും മുന്നോട്ട് കൊണ്ടുപോകാൻ ഈ കമ്മ്യൂണിസ്റ്റുകാരന് കഴിയുന്നില്ല. പറഞ്ഞു വന്നത്, പാർട്ടിക്കും പാർട്ടി മുതലാളിയായ പിണറായി വിജയനുമെതിരെയുള്ള തൻ്റെ വിയോജിപ്പുകൾ സമൂഹ മാധ്യമത്തിലൂടെ സധൈര്യം തുറന്നെഴുതുന്ന ഒരാളാണ് സഖാവ് ജി ശക്തിധരൻ എന്നുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ തുറന്നെഴുത്തുകൾ ഈ നാലാം കിട അന്തം കമ്മികളെ കുറച്ചൊന്നുമല്ല അലോസരപ്പെടുത്തുന്നത്. അതിലൊരു കമ്മി ബിജു കുഞ്ഞു എന്നാണ് ശക്തിധരൻ പറയുന്നത്. ഈ ബിജു കുഞ്ഞു തന്നെ അധിക്ഷേപിച്ചുകൊണ്ട് സമൂഹ മാധ്യമത്തിൽ പോസ്റ്റ് ചെയ്ത കുറിപ്പിന് മറുപടി ജി ശക്തിധരൻ നൽകിയിട്ടുണ്ട് സമൂഹ മാധ്യമത്തിലൂടെ തന്നെ. ബിജു കുഞ്ഞിന് വയറ് നിറഞ്ഞു കാണുമെന്ന് ശക്തിധരൻ്റെ മറുപടി കാണുമ്പോൾ ഉറപ്പിക്കാം. അദ്ദേഹം എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: ഈ കിളവനെ അറിയാമോ കൊല്ലത്തുകാര എന്ന തലക്കെട്ടിലാണ് ആ മറുപടി. UDF വന്നാൽ നിങ്ങളുടെ പോസ്റ്റ് എന്താണ് കിളവ എന്ന് ബിജു കുഞ്ഞു എന്നൊരു ദേശാഭിമാനിക്കാരൻ അടിമയുടെ പോസ്റ്റ് ഇന്ന് സോഷ്യൽ മീഡിയയിൽ കണ്ടു. എന്നെ ഒരു കിളവനായെങ്കിലും അംഗീകരിച്ചു കണ്ടതിൽ സന്തോഷമുണ്ട്. എൻ്റെ വരാനിരിക്കുന്ന പോസ്റ്റിനെ കുറിച്ചാണോ അറിയേണ്ടത്? നിങ്ങൾക്ക് ആള് മാറിപ്പോയി. ഒരു ദിവസത്തെ അത്താഴമെങ്കിലും നമുക്ക് ഒന്നിച്ചിരുന്ന് കഴിക്കണമെന്ന് കേന്ദ്രമന്ത്രി രാമു വാലിയ കേണു പറഞ്ഞപ്പോൾ അടുത്തുണ്ടായിരുന്ന പാർട്ടി ജനറൽ സെക്രട്ടറി സുർജിത്ത് കൊടുത്ത ഒരു മറുപടിയുണ്ട്. അതിപ്പോൾ ഇവിടെ ഞാൻ എഴുതിയാൽ അത് സ്വയം പുകഴ്ത്തലായി പോകും. എന്തായാലും ബിജു കുഞ്ഞു ബ്രാക്കറ്റിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് അത് യഥാർത്ഥ പേരാകണമെന്നില്ല, യഥാർത്ഥ ഭ്രൂണം അന്വേഷിച്ച് ഞാൻ പോകുന്നുമില്ല എന്നാണ് അദ്ദേഹം ബ്രാക്കറ്റിൽ പറഞ്ഞിട്ടുള്ളത്. എന്തായാലും എൻ്റെ എഴുത്തിലെ പ്രയോഗങ്ങൾ കുറിക്ക് കൊള്ളുന്നു എന്നാണല്ലോ ഇതിൻ്റെ അർത്ഥം. ഇനി പുറത്തേക്ക് വിടാനുള്ള അമിട്ടുകൾ കാണുമ്പോൾ ഈ ദേശാഭിമാനിക്കാരൻ്റെ അണ്ടം പൊട്ടും. തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ ഇതൊന്നും പാടില്ല എന്നതുകൊണ്ടാണ് ഇതൊക്കെ ചവിട്ടി പിടിച്ചത്. പക്ഷേ ഇതുപോലുള്ള കൃമികൾ വിടില്ല. എന്തൊക്കെ പുലഭ്യം വിളികളാണ് കഴിഞ്ഞ കുറേ വർഷമായി എൻ്റെ പഴയ സഖാക്കൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ അവരുടെയോ പാർട്ടിയുടെയോ യാതൊന്നും അപഹരിച്ചിട്ടില്ല. എനിക്ക് നിയമപരമായി അർഹതപ്പെട്ട പെൻഷൻ പോലും ഒരു വ്യാഴവട്ടമായി എനിക്ക് ലഭിച്ചിട്ടില്ല. വിലപിടിച്ച മരുന്നുകളുടെ നീണ്ട കുറിപ്പടി കാണുമ്പോൾ അറിയാതെ പതറിപ്പോകാറുണ്ട്. എന്നാലും കൊല്ലപ്പെടുന്നില്ലെങ്കിൽ അത്രയും മുന്നോട്ട് പോകണം എന്ന ശാഠ്യത്തിലാണ് ഞാൻ. പക്ഷേ ഞാൻ ഒരിഞ്ച് പോലും മരണം വരെ പിൻവാങ്ങില്ല. അവസാന ജീവശ്വാസം വരെ പൊരുതും നിസ്വനായി. അത് കോൺഗ്രസിന് വേണ്ടിയല്ല, മറ്റേതെങ്കിലും സംഘടനയ്ക്ക് വേണ്ടിയുമല്ല, സത്യത്തിനു വേണ്ടി മാത്രം. ജനശക്തി അന്തർധാരയിലൂടെ പൂട്ടിച്ചത് കോൺഗ്രസ് നേതാവിൻ്റെ കൗശലം കൊണ്ടാണ്. അദ്ദേഹം രാജാവായി വാഴുന്നു. അതേക്കുറിച്ചല്ല പറയാൻ ഉദ്ദേശിച്ചത്. വയസ്സാകാതിരിക്കാൻ വഴി കാണുന്ന വിഡ്ഢിയല്ല ഞാൻ. വാർദ്ധക്യത്തിലേക്കുള്ള പ്രധാന കാൽവയ്പായ കലശലായ ഹൃദ്രോഗവും 2 വട്ടം സ്ട്രോക്കും വന്നിട്ടും മണ്ണിനടിയിലേക്ക് പോയില്ല. അമരത്വം തേടിയുള്ള യാത്രയും ഞാൻ ശീലിച്ചിട്ടില്ല. യാദൃച്ഛികമെന്ന് പറയട്ടെ, ഇന്നത്തെ മനോരമയുടെ കാഴ്ചപ്പാട് പേജിൽ വയസ്സാകാതിരിക്കാൻ വഴി കാണുമോ എന്നൊരു ലേഖനമുണ്ട്. കഴിയുമെങ്കിൽ എന്നെ അധിക്ഷേപിച്ചെഴുതിയ സുഹൃത്ത് അതൊന്ന് വായിക്കണം. സത്യം ജയിക്കണമെന്നതാണ് എൻ്റെ ശപഥം. പിണറായി വിജയനെ പോലെ ലേപനങ്ങൾ തേച്ച് മുഖശ്രീ കൂട്ടാൻ ആഗ്രഹമില്ല. എത്രയോ വർഷമായി പിണറായി വിജയൻ്റെ ആശ്രിതയായ പേരുകേട്ട സ്ത്രീ ഈ ലേപനം തയ്യാറാക്കി നൽകുന്നുണ്ട്. കണ്ണൂരിൽ നാറാത്ത് ബെർലിൻ കുഞ്ഞനന്ദൻ നായരുടെ വീട്ടിൽ ചെന്നപ്പോൾ അതിൻ്റെ ഓരോ ഡപ്പിയും തുറന്ന് കാണിച്ചു തന്നിരുന്നു. തിരുവനന്തപുരത്ത് ഒരു കേന്ദ്രത്തിൽ നിർമ്മിക്കുന്ന ലേപനക്കൂട്ട് പതിവായി തേച്ചിട്ട് പോലും ആ മുഖത്തെ രൗദ്രതയ്ക്ക് വല്ല കുറവുമുണ്ടോ സഖാവേ? ഉള്ള കാന്തി പോലും ഇരുളുന്നു. മനസ്സ് ശുദ്ധമല്ല. പിന്നെ എന്ത് തേച്ചിട്ട് എന്തു ഫലം? സംഭവാമി യുഗേ. ബെർലിൻ കുഞ്ഞനന്ദൻ നായരുടെ ബംഗ്ലാവിൽ ചെല്ലുമ്പോൾ ഇതിനു പുറമെ ഒരു വിശിഷ്ട കിടക്ക കൂടി കാണിച്ചു തരുമായിരുന്നു. സഖാവ് പി കൃഷ്ണപിള്ള കിടന്നിരുന്ന കട്ടിൽ. മുകളിലെ നിലയിലെ മച്ചിൽ പിണറായി വിജയനായി ഒരു എടുപ്പും കട്ടിലും വേറെയും ഉണ്ടായിരുന്നു. അതിലെ ഉരുക്ക് പോലുള്ള പാളികൾ കണ്ടാൽ തടവ് മുറിയാണോ എന്ന് ഒറ്റനോട്ടത്തിൽ സംശയിക്കും. രാത്രി എത്ര പൂട്ടി ബന്ദവസാക്കിയാലും അദ്ദേഹത്തിന് ഭയമാണ്. മരപ്പട്ടികളെയല്ല, ഡെമോക്രസിൻ്റെ ഖഡ്ഗം പാതിരായ്ക്ക് ആരോ നേർത്ത നൂലിൽ അദ്ദേഹത്തിന് മേൽ കെട്ടിത്തൂക്കിയിട്ടുണ്ടോ എന്ന് സംശയം. അതുകൊണ്ടാണ് ഇത്ര ബന്ദവസ്ഥ. പിണറായി വിജയനെക്കുറിച്ച് പറയുമ്പോൾ ബെർലിൻ കുഞ്ഞനന്ദൻ നായർ 1000 നാവുള്ള അനന്തനെ പോലെയാണ്. പക്ഷേ ബാല്യത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കോൺഗ്രസിൽ പങ്കെടുത്ത ഖ്യാതിയിൽ ജീവിക്കുകയും പാർട്ടി ജന്മം കൊണ്ട കാലം മുതലുള്ള എത്രയോ തലമുറകളായി ആത്മബന്ധം പുലർത്തുകയും വിദേശ കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രങ്ങളുമായി നിരന്തരം കൈകോർക്കുകയും ഒരായുസ് മുഴുവൻ കമ്മ്യൂണിസ്റ്റ് ആയിരിക്കുകയും എപ്പോൾ വേണമെങ്കിലും AKG സെൻറ്ററിൽ അന്തിയുറങ്ങാൻ തടസ്സമില്ലാതിരിക്കുകയും ചെയ്തിരുന്ന ബെർലിന് ഈ പാർട്ടിയിൽ ഒരു ബ്രാഞ്ച് കമ്മിറ്റിക്ക് മുകളിൽ ഒരു പദവി ജീവിതത്തിൽ ഒരിക്കലും ഉണ്ടായിട്ടില്ല എന്നതാണ് ഈ പാർട്ടിയുടെ മഹത്വം. അതെത്ര പേർക്കറിയാം? പക്ഷേ ഇന്നത്തെ പാർട്ടി അതല്ല. അതിന് സംശുദ്ധിയില്ല, കമ്മ്യൂണിസ്റ്റ് മൂല്യങ്ങളില്ല, സദാചാര ബോധമില്ല. AKG സെൻറ്റർ എന്ന വിപ്ലവ സ്മരണകളുടെ ഈറ്റില്ലം എന്തൊക്കെ വിഷലിപ്തമായ ഇരുണ്ട ലോകത്തെയാണ് മറച്ചുപിടിക്കുന്നത്. 10% പേർക്ക് പോലും അതൊന്നും അറിയില്ല. സദാചാര വിരുദ്ധതയിൽ ബിരുദാനന്തര ബിരുദം നേടിയവരല്ലേ അതിനുള്ളിൽ സുരക്ഷിതമായി കഴിയുന്നത്? പോക്കറ്റടിക്കാരൻ്റെ കള്ളൻ വിളിയെങ്കിലും നിർത്തിക്കൂടിയ സഖാക്കളെ. തെരഞ്ഞെടുപ്പായതുകൊണ്ട് ഒന്നും തുറന്നെഴുതാനാവില്ല. ഉറക്കെ വിളിച്ചോളൂ കിളവ എന്ന്. ഇങ്ങനെയാണ് ജി ശക്തിധരൻ തൻ്റെ
തൻ്റെ കുറിപ്പ് അവസാനിപ്പിക്കുന്നത്. ഇപ്പോഴും നേരം വെളുക്കാത്ത അന്തം കമ്മികളുണ്ട്. അവർക്ക് ചിന്താശേഷിയില്ല. എതിരഭിപ്രായം പറയുന്നവനെ തെറി വിളിക്കുകയും അധിക്ഷേപിക്കുകയും അപവാദം പറയുകയും ചെയ്യുന്ന രീതിയിൽ നിന്ന് ഒരിക്കലും ഒരു ഇഞ്ച് പിന്നോട്ട് പോകാൻ അന്തങ്ങൾക്ക് കഴിയില്ല. കാരണം അവരുടെ തലച്ചോറ് ദ്രവിച്ചതും തുരുമ്പ് പിടിച്ചതുമാണ്. എന്തായാലും കമ്മ്യൂണിസം കേരളത്തിലും അവസാനിക്കാൻ പോകുന്നതിൻ്റെ സൂചനകൾ കണ്ടു തുടങ്ങിയിരിക്കുന്നു. അതൊരു യാഥാർത്ഥ്യമാണ് താനും.